ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ എൻ്റെ റെസിപ്പി നല്ല അടിപൊളി ചിക്കൻ പൊരിച്ചതിൻ്റെതാണ്. സ്പെഷ്യൽ മസാലക്കൂട്ടിൽ ഉണ്ടാക്കിയ നല്ല സൂപ്പർ ചിക്കൻ ഫ്രൈ ആണ്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. അപ്പോൾ നമുക്കതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. അതിനായിട്ട് ഒരു 1/2 കിലോ ചിക്കൻ ചെസ്റ്റ് പീസാണ്. ഇതേമാതിരി പീസാക്കി നല്ല കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് മസാലക്കൂട്ട് തയ്യാറാക്കാനായിട്ട് 1 സ്പൂൺ മല്ലി, 5 വറ്റൽമുളക്, ഒരു 1/2 സ്പൂൺ അളവിൽ കുരുമുളക്, 1/4 സ്പൂൺ വലിയ ജീരകം, 2 പട്ട, 2 ഗ്രാമ്പൂ ചേർത്ത് ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് ചൂടാക്കി എടുക്കണം. ഇനി അതിലേക്ക് ഒരു 1/4 സ്പൂണിൽ കുറവായിട്ട് ചെറിയ ജീരകം കൂടി ചേർത്ത് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്യുക. എന്നതിന് ശേഷം നമ്മൾക്ക് ഇതേ ഘട്ടത്തിലാകുന്ന സമയത്ത് ഓഫാക്കിയതിന് ശേഷം ഒരു പൊടിക്കുന്ന ജാറിലേക്ക് ഇതാ ചേർത്ത് കൊടുത്തു. എന്നിട്ട് നമ്മൾക്ക് ഒന്ന് പൊടിച്ചെടുക്കണം. അല്പം തരിതരിയായിട്ടാണ് പൊടിച്ചെടുത്തിരിക്കുന്നത്. ഇങ്ങനെ ആകുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഇനി ആ പൊടിച്ച പൊടി ഞാനത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി അതിലേക്ക് 1/2 സ്പൂൺ മുളക് പൊടി കൂടി ചേർത്ത് കൊടുത്തു. 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 സ്പൂൺ അരിപ്പൊടി, 1/2 സ്പൂണിലെ അളവ് കോൺഫ്ലവർ, 1 സ്പൂൺ ഫുള്ളായിട്ട് ജിഞ്ചർ ഗാർലിക് ചതച്ചത്, ഒരു 3/4 സ്പൂൺ മീറ്റ് മസാല, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമ്മൾ ഒരു വലിയ നാരങ്ങയുടെ പകുതി 2 മുറിയാക്കി എടുത്തത് 2 തവണയായിട്ട് നന്നായിട്ട് പിഴിഞ്ഞു കൊടുക്കുക. നാരങ്ങ നീര് മസ്റ്റായിട്ട് ചേർക്കണം. അപ്പോഴാണ് ചിക്കൻ ഫ്രൈക്ക് നല്ലൊരു രുചി ഉണ്ടാവുകയുള്ളൂ. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഞാനിത് മിക്സ് ചെയ്ത് കൊടുത്തു. ഇനി ഒരു അല്പം കൂടി വെള്ളമൊഴിച്ച് കറക്റ്റ് പാകത്തിനാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ ചിക്കൻ പൊരിക്കാത്തവർ എന്തായാലും ഒരു തവണയെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇപ്പോൾ ഞാൻ ഉപ്പ് നോക്കിയപ്പോൾ പോരാക്കിയിട്ട് ഒരു പൊടിക്ക് ഉപ്പ് കൂടി ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നതിന് ശേഷം നമ്മൾ ആ ചിക്കൻ പീസ് അതിലേക്ക് ഇട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു അരമണിക്കൂറെങ്കിലും നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ ചിക്കൻ പീസ് ഇട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എല്ലാ സ്ഥലത്തും ശരിക്കും ഒന്ന് പിടിച്ച് വരണം. ഇനി ഒരു അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഞാനത് ഒരു ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. തീ ലോ ടു മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇടുക. എണ്ണ ഒരുവിധം നന്നായി ചൂടായതിന് ശേഷം മാത്രം ചിക്കൻ ഇതേപോലെ ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ ചിക്കൻ ഇട്ടതിന് ശേഷം ഒരല്പം മാത്രം ഒന്ന് ഫ്ലെയിം കൂട്ടി കൊടുക്കണം. അടിവശം ശരിക്കൊന്ന് വെന്ത് സെറ്റായതിന് ശേഷം മാത്രം ഇത് തിരിച്ചിടാവൂ. അപ്പോൾ അതേക്ക് ഒന്ന് ഇതേപോലെ അടങ്ങുന്ന സമയത്ത് നമ്മൾക്ക് വന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ അതിലെ മസാല കൂട്ടൊന്ന് ഇളകി തീരെ പോകാതെ തന്നെ നമ്മൾക്ക് കിട്ടും. പിന്നെ അരിപ്പൊടീൻ്റെ കൂടെ കോൺഫ്ലവർ കൂടി ചേർത്തുകൊണ്ട് തന്നെ ആ മസാല അതിലേക്ക് ചേർന്ന് പിടിച്ചിരിക്കും. നമുക്ക് വീഡിയോയിൽ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും. അപ്പോൾ ഇതേപോലെ തിരിച്ചും മറിച്ച് ഇട്ടതിന് ശേഷം നമുക്കത് കോരി മാറ്റാം. അപ്പോൾ നമ്മുടെ ചിക്കൻ ഫ്രൈ ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എന്തായാലും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാ വശവും നല്ല ചേർന്ന് ആ മസാലയൊക്കെ ഇതാ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ എണ്ണയിൽ കണ്ടില്ല, ഒന്നും അധികമായിട്ട് ഇളകിപ്പോയിട്ടേ ഇല്ല. ഇനി രണ്ടാമത്തെ പോർഷൻ കൂടി ഇതാ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും അതേപോലെ തന്നെ പൊരിച്ചെടുക്കാം. അപ്പോൾ ഇനി ചിക്കൻ വാങ്ങുന്ന സമയത്ത് നിങ്ങൾ എന്തായാലും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എന്താ അടിവശം ശരിക്കൊന്ന് പൊരിഞ്ഞതിന് ശേഷം മാത്രം നമ്മൾ ഇതേമാതിരി മറിച്ചിട്ട് കൊടുക്കുക. കണ്ടില്ലേ, അടിവശമൊക്കെ ശരിക്കും അതിൽ മസാലയൊക്കെ ചേർന്ന് പിടിച്ചിട്ടുണ്ട്. ഇപ്പോൾ രണ്ടാമത്തെ പോർഷൻ നമുക്ക് ആയി. ഇനി നമുക്ക് മൂന്നാമത്തെ പോർഷൻ കൂടി അതേപോലെ തന്നെ പൊരിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ അടിപൊളി ചിക്കൻ പൊരിച്ചത് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഞാനതൊന്ന് പൊട്ടിച്ച് കാണിച്ചു തരാം. പുറമെ നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റും ആയിട്ടുള്ള ചിക്കൻ പൊരിച്ചതാണ്. ഇനി നമുക്ക് അതിലേക്ക് പൊടി ഉണ്ടാക്കാനായിട്ട് ആ മസാല ഉണ്ടാക്കിയ പാത്രത്തിലേക്ക് ഒരു 2 സ്പൂൺ തേങ്ങ ചിരവിയതും, അല്പം ഗരം മസാല, അല്പം മുളക് പൊടി, അല്പം മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ്, അതേമാതിരി ഒരു അല്പം ചെറുനാരങ്ങ നീരും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. എന്നതിന് ശേഷം ഇത് നമ്മൾ എണ്ണ ഒരു ചെറിയ ചൂടിലേക്ക് ഇട്ടിട്ട് ഇതൊന്ന് പൊരിച്ചെടുക്കുമ്പോൾ നല്ലൊരു പൊടിയായി കിട്ടും. അപ്പോൾ നമുക്ക് ആ മസാല ഉണ്ടാക്കിയ ബാലൻസ് ഉണ്ടെങ്കിൽ അതിലും നമുക്ക് ഇതേമാതിരി ചെയ്യാവുന്നതാണ്. പക്ഷേ കുറച്ച് മസാല ഉണ്ടാകാൻ പാടുള്ളൂ, ഇല്ലെങ്കിൽ നമുക്കത് സെപ്പറേറ്റ് ആയിട്ട് കിട്ടാൻ പ്രയാസമാണ്. അരിപ്പൊടിയും കോൺഫ്ലവറൊക്കെ ചേർത്താണല്ലോ. ഇപ്പോൾ നമ്മൾ തേങ്ങ ചിരവിയതായതുകൊണ്ട് തന്നെ ഇതേപോലെ കിട്ടിയിട്ടുണ്ട്. ഇത് ഇഷ്ടപ്പെടുന്നവർക്ക് ഇതേപോലെ ചെയ്യാം. ഞാനത് ഒരു അരിപ്പയിലേക്ക് മാറ്റി എണ്ണ നല്ലപോലെ വാർന്നതിന് ശേഷം ആ കോഴി പൊരിച്ചതിൻ്റെ മേലെ ഇതേപോലെ ഇട്ട് കൊടുക്കാം. അപ്പോൾ അടിപൊളിയായില്ലേ. അപ്പോൾ ഈ ചിക്കൻ പൊരിച്ചതിൻ്റെ കൂടെ പൊടി തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റായിരിക്കും. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്